ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. എസ് ബിയുടെ ചെക്കും കാര്യങ്ങളും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇനി പേടി കൂടാതെ നിങ്ങൾക്ക് 100% കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നേരാണ് വീഡിയോയിലോട്ട് പോകാം. എസ് ബി ഐയിലെ ചെക്ക് എഴുതാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ നമ്മൾ എഴുതുന്നത് ഡേറ്റ് ആണ് കേട്ടോ. ആദ്യം ഡേറ്റ്, മന്ത്, ഇയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഇട്ടാണ് ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അത് 3 മാസമാണ് വാലിഡിറ്റി ഉള്ളത്. നമുക്ക് എന്നാൽ ഡേറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം കാണാം. ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. നമ്മളെന്നാൽ ഡേറ്റ് എഴുതിയതിന് ശേഷം കാണാം. ഇങ്ങനെ നമ്മൾ ഡേറ്റ് എഴുതിയിട്ടുണ്ട് 19/5/2026. പക്ഷേ നമ്മൾ ഈ ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാലിഡേറ്റ് എന്ന് പറയുന്നത് 3 മാസമാണ്. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ പേ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് കേട്ടോ ആദ്യം കാണുന്നത്. നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം അക്കൗണ്ട് നമ്മുടെ ചെക്കുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ സെൽഫ് എന്നും വേറെ ഒരാൾ പോവുകയാണെങ്കിൽ അവരുടെ പേരുമാണ് എഴുതേണ്ടത്. നമുക്ക് ആദ്യം അതൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം പറയാം. ഞാനിപ്പോൾ അവിടെ സെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനാണ് എൻ്റെ ചെക്കുമായിട്ട് ബാങ്കിൽ പോകുന്നതെങ്കിൽ സെൽഫ് എന്നാണ് ഇതേപോലെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി വേറൊരാളാണ് നമ്മൾ ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അത് അവരുടെ പേരും കാര്യങ്ങളും എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇപ്പം നിഖിൽ എന്ന് പറയുന്ന ഒരാൾക്കാണ് ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അത് അവരുടെ പേരാണ് എഴുതേണ്ടത്. ഞാൻ സ്വന്തമായി ചെന്ന് എൻ്റെ ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ സെൽഫ് എന്നുമാണ് എഴുതേണ്ടത്. അതിന് താഴെ റുപ്പീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എത്ര രൂപയാണ് എടുക്കാനുള്ളതെന്ന് നമ്മൾ എഴുതാനുള്ളതാണ് റുപ്പീസ്. അത് ഇംഗ്ലീഷിലാണ് എഴുതി കൊടുക്കേണ്ടത്. പിന്നീട് ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ചെക്ക് എഴുതുമ്പോൾ ഒരിക്കലും തെറ്റുപാടുകൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. ചെക്ക് അസാധുവാകുന്നതാണ്. റുപ്പീസിൻ്റെ അടുത്ത് ഞാൻ 5 lakhs ഉള്ളി എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ എനിക്ക് എടുക്കാനുള്ളതായിട്ടുള്ള എമൗണ്ടാണ് അവിടെ എഴുതേണ്ടത്. നമുക്ക് ബാങ്കിൽ നിന്ന് എത്രയാണോ എടുക്കാനുള്ളത് അതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. 5 lakhs ഉള്ളി എന്നാണ് എനിക്കുള്ളത്. ബാക്കി വരുന്ന സ്ഥലമെല്ലാം നമ്മൾ ഇൻറ്റു മാർക്ക് ഇട്ടും കുത്തി വരച്ച് മാറിയിരിക്കണം. വേറെ ഒരു മിസ്യൂസും കാര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നീട് എഴുതുമ്പം അടുപ്പിച്ച് ചേർത്ത് തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. ഒരിക്കലും ദൂരെ ഇട്ട് എഴുതരുത്. ബാക്കി വന്ന സ്ഥലങ്ങൾ നമ്മൾ ഇൻറ്റു മാർക്ക് ഇട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ചെക്ക് എഴുതുമ്പം ഇവിടെ നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് എഴുതരുത്. ഇതേപോലെ ഗ്യാപ്പ് ഇടാതെ തന്നെ കൃത്യമായിട്ട് തന്നെ എഴുതാൻ നോക്കണം കേട്ടോ. കാര്യം നമ്മുടെ ചെക്ക് പോയി കഴിഞ്ഞാൽ വേറൊരാൾക്ക് എമൗണ്ടും കാര്യങ്ങളും എടുത്ത് ബാങ്കിൽ കൊണ്ട് മാറാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കാൻ പറയുന്നത്. അങ്ങനെ റുപ്പീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ അടുത്ത റുപ്പീസ് എഴുതേണ്ടത് അക്കത്തിൽ എഴുതിയാണ് നമുക്ക് കൊടുക്കേണ്ടത്. എഴുതിയതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ 5 ലക്ഷം എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതുമ്പം ഇതേപോലെ തന്നെ ബാക്കി വരുന്ന സാധനം മാർക്ക് ചെയ്തേക്കണം. നമ്മുടെ ബാങ്കിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മിസ്യൂസ് നടക്കുന്നത് കൊണ്ടാണ് എപ്പോഴും ഞാൻ എടുത്തു പറയുന്നത്, നമ്മൾക്ക് എഴുതി പോകുന്ന ഭാഗം ബാക്കി ഇതേപോലെ ഫില്ല് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ചെക്ക് നഷ്ടപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പണം നമ്മുടെ ബാങ്കിൽ നിന്ന് പോകും. അങ്ങനെ ഒരുപാട് മിസ്യൂസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് എല്ലാം ഇതേപോലെ ചെയ്യാൻ പറയുന്നത്. അതിനുശേഷം ഇവിടെയാണ് ഇനി നമുക്ക് ഒപ്പിടാനുള്ള, ഇവിടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഹോൾഡറിൻ്റെ പേര് കാണും. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാങ്കിനകത്ത് നമ്മൾ ഏത് ഒപ്പാണോ ഇട്ടേക്കുന്നത് അത് തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഫോം മേടിച്ച് വീണ്ടും റീഫില്ല് ചെയ്ത് കൊടുക്കണം ഒപ്പ് മാറ്റാനുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അന്നിട്ട ഒപ്പ് തന്നെ ആയിരിക്കണം ബാങ്കിൽ ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ പുറം ഭാഗം എടുക്കാം. അങ്ങനെ നമ്മളൊരു 90% കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പുറം ഭാഗത്ത് എഴുതി കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പേര്, ഒപ്പ്, ഫോൺ നമ്പർ, അതുപോലെ നമ്മൾക്ക് വേറൊരാൾക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവരുടെ പേര്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ ഒപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊക്കെ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെക്ക് എഴുതുന്നത് 90 അല്ല 100% ഫില്ലാവുന്നത്. നമുക്കിനി എഴുതിയതിനു ശേഷം കാണാം. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിഖിൽ, ഒപ്പ്, ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പറിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ ചിലപ്പോൾ നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ ക്യാഷ് കാണത്തില്ല. അപ്പോൾ അത് അറേഞ്ച് ചെയ്തിട്ട് വിളിക്കാൻ വേണ്ടിയാണ് ഈ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ, ഞാൻ വേറൊരാൾക്കാണ് ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അയാളുടെ പേര്, അയാളുടെ ഒപ്പ്, അയാളുടെ ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എസ് ബി ഐയുടെ ചെക്കും കാര്യങ്ങളും ഫില്ല് ചെയ്യാനുള്ള അങ്ങനെ 100% നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എസ് ബിയുടെ ചെക്ക് ഇരുന്ന വീഡിയോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ പറഞ്ഞുതരാം. വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഓരോ ലൈക്കും എൻ്റെ മുന്നോട്ടുള്ള വീഡിയോയ്ക്ക് പ്രയോജനം വരുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ബൈ.